പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനാധ്വനിയോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിൽ വചന ശുശ്രൂഷയുമായി ഇന്ന് വീണ്ടും കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ ബെൻസൺ ഡാനിയേൽ അവറുകൾ നേതൃത്വം കൊടുക്കുന്ന ഈ പ്രാർത്ഥനാ ഗ്രൂപ്പും അതിനോട് ചേർന്ന് വരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് മാനിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഈ ദിവസങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ചില വിഷയങ്ങളെ അധികരിച്ച് ഒരു പരമ്പരയായി വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന് തൊട്ടു മുമ്പ് വീണ്ടെടുപ്പിൻ്റെ വിലയെ സംബന്ധിച്ച് അതിനു മുമ്പ് നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച്, ആ വിഷയത്തെക്കുറിച്ചും എനിക്ക് സംസാരിക്കാനായിട്ട് അവസരം ലഭിച്ചിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ്, ക്രൂസിഫൈഡ് ക്രൈസ്റ്റിനെ കുറിച്ചാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് കർത്താവടിയങ്ങളെ ഇന്ന് രാത്രികാലം ഏൽപ്പിക്കുന്നു. ഈ വചന പഠനത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയിരിക്കണമേ. കർത്താവെ, ഞങ്ങൾ വചനം പങ്കുവെക്കുമ്പോൾ കേൾക്കപ്പെടുന്ന സകല ഹൃദയങ്ങളിലും കർത്താവിനെ വരച്ച് കാട്ടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രകാരം ചെയ്യണമേ. അടിയങ്ങളെ ഒന്നുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നുകൂടെ ഇറങ്ങി ചിന്തിപ്പാനും ഞങ്ങളെ തന്നെ ഒന്നുകൂടെ കാണുവാനും നമ്മുടെ വിശ്വാസ ദൈവത്തെ ഒന്നുകൂടെ പുതുക്കുവാനും ഒരു കാരണമായി തീരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നതിൽ ജാഗ്രതയുള്ളവരായി തീരുവാനിടയാകണമേ. പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് മാനിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇന്നത്തെ ചിന്തയുടെ ആധാരമായി ഒരു വാക്യം വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഹല്ലേലൂയ. അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് താൻ കൊരിന്ത്യ സഭയോട് എഴുതുമ്പോൾ പറയുകയാണ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ആ ക്രിസ്തു വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ്. അപ്രകാരമുള്ള ഒരു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് പറയുകയാണ്. പ്രത്യേകാൽ കൊരിന്ത്യ സഭ പ്രത്യേകമായ ഒരു സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ആയിരിക്കുന്നത്. ജ്ഞാനവാദികളുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളും അവിടെ ഉണ്ട്. അതുപോലെ സഭയിൽ തന്നെ ചില ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് നേതാക്കന്മാരുടെ പേരിൽ. ഞാൻ പത്രോസിൻ്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്ന് ഇങ്ങനെ പറഞ്ഞ് മാനുഷിക യുക്തിക്കനുസരിച്ച് തങ്ങളെ തന്നെ വേർതിരിക്കുന്ന ഒരനുഭവം നമുക്കവിടെ കാണാൻ കഴിയും. ഇന്നുമുണ്ടല്ലോ ചില അങ്ങനെയുള്ള ആളുകൾ പരസ്പരം പറയുന്ന ചിന്തകൾ ഇന്നുമുണ്ട്. അപ്പം അതൊരു സന്ദർഭത്തിലാണ് താൻ ഇതൊക്കെ അറിഞ്ഞിട്ട് താൻ അവിടെ എഴുതുകയാണ്. അവിടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ചെയ്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് നമുക്ക് വേണ്ടി കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്കായി യാഗമായി തീർന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് ദൈവസഭയിൽ ആയിരിക്കുന്നത്, ആ ദൈവിക മാർഗത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുകയാണ്. നമുക്ക് ഉന്നത ഭാവങ്ങളൊന്നും കാണിക്കുവാനായിട്ടില്ല, നമ്മുടെ ഉയർച്ചകളൊന്നും കാണിക്കുവാനായിട്ടില്ല, നമ്മളിൽ തന്നെ പ്രശംസിപ്പാനായിട്ടില്ല. നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപനിമിത്തം തകർക്കപ്പെട്ട ഒരു യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുകയാണ് എന്ന് താനോടെ പറയുകയാണ്. അതിനുള്ള കാര്യകാരണങ്ങൾ പറയും. 24-ാം വാക്യത്തിൽ പറയുകയാണ്, കാരണം ആ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ പറയും, ഇത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനമാണ്. ക്രിസ്തുവിനെ സംബന്ധിച്ച വിഷയങ്ങൾ ദൈവിക ജ്ഞാനം നിറഞ്ഞതാണ്. മാത്രമല്ല ദൈവശക്തി അതിൽ ഉണ്ട്. റോമാലേഖനം 1:16-17 വാക്കിന് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, സുവിശേഷത്തിൽ എന്തുകൊണ്ട് ദൈവശക്തി വ്യാപരിക്കുന്നു. അതിന് ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും എല്ലാം ക്രിസ്തുവേശുവിലൂടെ നമ്മളിൽ പകരുകയാണ്. ക്രിസ്തുവിൽ അത് വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾക്കാണ്
അത് ജ്ഞാനമായി വെളിപ്പെടുന്നത്, ദൈവശക്തിയായി വെളിപ്പെടുന്നത്. തൊട്ട് മുമ്പിലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകത്തിന്റെ ജ്ഞാനത്താൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ അറിയില്ല. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല. ലോകജ്ഞാനവും ദൈവിക ജ്ഞാനവും രണ്ടും രണ്ടാ. ലോകത്തിന്റെ ജ്ഞാനം ദൈവം നമ്മളെ അകറ്റിക്കൊണ്ടു പോകുമ്പോൾ, സ്വയപ്രശംസയിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ, ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിൽ താഴ്മയും വിനയവും അനുതാപവും സൗമ്യതയെല്ലാം കൊണ്ടുവന്ന് ദൈവത്തോടമേ അടുപ്പിക്കുന്ന ഒന്നായി മാറുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ ക്രൂശീകരണം എന്ന് പറയുന്നത് ഒരിക്കലും ജനം മാന്യമായി കരുതുന്ന ഒന്നായിരുന്നില്ല. പ്രത്യേകിച്ച് റോമൻ ഭരണത്തിന് കീഴിൽ ആണല്ലോ ഇത് നടപ്പിലാക്കപ്പെടുന്നത്. റോമൻ പൗരന്മാരുടെ മുമ്പിൽ പോലും ഒരു ക്രൂശ് കാണുവാൻ അനുവദിക്കരുതെന്നാണ്. അവരുടെ കൺമുമ്പിൽ പോലും അങ്ങനെ ചെയ്ത് ആ നിലയിലുള്ള അവനെ ക്രൂശിക്കാനും പാടില്ല. ആ ഒരു നിന്ദ്യമായൊരു മരണമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും നിന്ദ്യമായ, മനുഷ്യൻ നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ അകപ്പെട്ടു പോയ പാപത്തിന്റെ ആഴത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ആ നിന്ന സഹിച്ച, ഏറ്റെടുത്ത, ആ നിന്ദ്യമായ അവസ്ഥയിൽ ഏറ്റെടുത്ത് മരണം വരിച്ച് നമ്മെ വിടുവിച്ച യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിലും ഒരു പരിധിവരെ ഇന്നുമൊക്കെ അല്പ പ്രയാസമുള്ള കാര്യങ്ങളാണ്. കാരണം മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടായിട്ടല്ല, കേൾക്കപ്പെടുന്നവർക്ക് സ്വീകരിക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടി പറയുന്നത് ഞാൻ മീഡിയയിൽ കൂടെ കേൾക്കാനിടയായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു മരിച്ചു. ഇന്ന് എനിക്കങ്ങനെ എങ്ങനെ അതുകൊണ്ട് പ്രയോജനം ലഭിക്കാൻ വേണ്ടിയാണ്, എനിക്കത് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയാനിടയായി തീർന്നിട്ടുണ്ട്. നോക്കുക, ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൻ്റെ അളവിൽ അത് സ്വീകാര്യമല്ല അവർക്ക്. എങ്ങനെ ഇന്ന് പ്രസക്തമാകും എന്നുള്ളത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിലൊത്തിരി തെളിവുകൾ ശാസ്ത്രീയമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഒരറ്റത്ത് നമ്മുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി കണ്ടുപിടിക്കുന്ന മരുന്ന് ഇന്നും പ്രസക്തമാണ്. നമുക്കൊന്നും അവൈലബിളാണ്, പ്രസക്തവുമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ആത്മീയ മണ്ഡലങ്ങളിൽ ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പൊക്കെ ഇന്ന് നമ്മളെ ചലിപ്പിക്കുന്നതും ജീവൻ നൽകുന്നതുമാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുക എന്നുള്ളത് നിന്ദ്യമായിരിക്കുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ്. കാരണം യഹൂദന്മാർക്ക് ഇടർച്ചയാണ്. യഹൂദന്മാരെ അനുവദിക്കുന്നില്ല. അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന മശീഹ എന്ന് പറയുന്നത് അവർക്ക് റോമൻ സാമ്രാജ്യത്തിൽ നിന്നവരെ വിടുവിച്ച് അവർക്കായിട്ടൊരു രാജ്യം, ഐഹിക രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു നേതാവിനെയാണ്, വരവിനെയാണ് അവർ കാത്തിരിക്കുന്നത്, മശീഹ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ പ്രതീക്ഷ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ലോകപ്രകാരമുള്ള വീക്ഷണത്തിൽ അവർ പ്രയോജനം ചെയ്തില്ല. യവനന്മാർ നോക്കുമ്പോൾ, ജാതീയ ലോകം നോക്കുമ്പോൾ അവർക്കത് പോഷത്വമാണ്. ലോകത്തിൻ്റെ ജ്ഞാനത്തിലാണ് തന്നെ വീക്ഷിക്കുന്നത്, അതവർക്ക് പോഷത്വമാണ്. അപ്പോൾ ഈ രണ്ടു കൂട്ടരും നിഷേധിക്കുന്ന ഒരു മെസ്സേജാണ് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അവൻ്റെ ഉയർപ്പൊക്കെ വരുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പിവട്ടൽ പോയിന്റ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ ദിനംതോറും നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തത് വളരെ നല്ലതാണ്, ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ പൗലോസ് തന്നെ ഇങ്ങനെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, കൊരിന്ത്യയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ജ്ഞാനവാദികളും താർക്കികന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ ഉള്ള സ്ഥലത്ത് കടന്നിട്ട് പറയുകയാണ്, താനൊരു താർക്കികനാണ്, സമ്പന്നനാണ്, വിദ്യാഭ്യാസമുള്ളവനാണ്, വാഗ്വൈഭവമുള്ളവനാണ്, എല്ലാം ഉള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറയുക, ഞാൻ അതിലൊന്നും എന്ത് ചെയ്യുന്നില്ല, ആശ്രയം വെക്കുന്നില്ല. എൻ്റെ കഴിവുകളിലൊന്നും ഞാൻ ആശ്രയം വെക്കുന്നില്ല. കാരണം ഞാൻ കടന്നു വന്നിരിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ പാർക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. കാരണം അതേ നമുക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. അപ്പം അതിലെന്തോ വലിയ പ്രയോജനമുണ്ട്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, 7-8 കാര്യങ്ങൾ താൻ പറയുന്നുണ്ട്. തനിക്ക് ലാഭമായിരുന്ന കാര്യങ്ങൾ,
തനിക്ക് തന്നെ ഭൗതികമായ ലോകത്ത് അംഗീകരിക്കത്തക്ക നിലയിലുള്ള യഹൂദ മതത്തിൽ തന്നെയുള്ള തന്നെ ശ്രേഷ്ഠതകളെ വെളിപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ പറയുകയാണ്, ആ പരിജ്ഞാനം നിമിത്തം ഞാനതെല്ലാം ഛേദമെന്നിടുവാനിടയായി തീർന്നു. എന്നിട്ട് പിന്നെടുത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ എനിക്ക് അനുഭവിച്ചറിയണം, അവൻ്റെ മരണ പുനരുത്ഥാനത്തെ എനിക്ക് അനുഭവിച്ചറിയണം എന്നുള്ള ചിന്തയിലേക്ക് വരികയാണ്. അപ്പം നോക്കണേ, ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ലോകപ്രകാരമുള്ള ഒരു സ്വാധീന മേഖലയല്ല അതിൽ നമ്മളെ ദൈവികമായ ആ ആകർഷണത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പൗലോസ് അതുകൊണ്ട് പറയുകയാണ്, അത് അനുഭവിച്ചറിഞ്ഞിട്ട് താൻ പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അറിഞ്ഞ് ആ നിലയിലുള്ള ജീവിതമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതുമാത്രമേ ആ ക്രിസ്തീയ മാർഗത്തിന്റെ ലക്ഷ്യത്തിൽ നമ്മളെ എത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിന്ന് രാത്രിയും നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സ്വാധീനിക്കാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് ഞാൻ ഓർക്കുകയാണ്. ലോകപ്രകാരം ഒത്തിരി നീതിമാർഗങ്ങൾ നമുക്കുണ്ട്, അതൊന്നും നമുക്ക് ഗുണം ചെയ്യുന്നതല്ല. ഗലാത്യ സഭയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കുവാനായിട്ട് വീണ്ടും ശ്രമിച്ചു. രക്ഷയിലേക്ക് കടന്നു വന്നതിന് ശേഷം ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവർ ദൈവഭാഗത്ത് നിന്ന് തെറ്റിപ്പോകാനായിട്ടാണ് ഇടയായി തീർന്നത്. അതുകൊണ്ട് അവരെ അഡ്രസ് ചെയ്യുമ്പോൾ പൗലോസ് ഇങ്ങനെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് നിങ്ങളുടെ പാപം നിമിത്തം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. ആ ക്രിസ്തുവിനെ യഥാർത്ഥമായി നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ ആ കർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിഞ്ഞിട്ട് ശേഷം വീണ്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത ന്യായപ്രമാണത്തിൻ്റെ വഴികളിലേക്ക് കടന്നു പോകുന്നത് എത്ര യുക്തിഹീനമായ കാര്യമാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു രംഗം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. കാരണം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾക്ക് സാധിപ്പാൻ കഴിയാഞ്ഞതിനെ സാധിപ്പാനായിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? മനുഷ്യ സാദൃശ്യത്തിൽ ലോകത്തിലേക്ക് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നത്. നമുക്ക് വിരോധമായി ഇരുന്ന സകല മനുഷ്യർക്ക് വിരോധമായി തീർന്ന ന്യായപ്രമാണത്തിന്റെ കൈയെഴുത്ത് പ്രതികളെ ക്രൂശിൽ തറച്ച് വാഴ്ചകളെ അധികാരങ്ങളെയും കാഴ്ചയാക്കി മാറ്റി ആ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പാനിടയായി തീർന്നു. നോക്കണേ, അപ്പോൾ ആ ക്രിസ്തു മരണത്തോടുകൂടെ നമുക്കെതിരായി ഉണ്ടായിരുന്ന എല്ലാ കൽപ്പനകളും എല്ലാ കൈയെഴുത്ത് എല്ലാം അവിടെ തറയ്ക്കപ്പെട്ടു. ക്രിസ്തുവിനോടുകൂടെ നമ്മളെ സ്വതന്ത്രരാക്കുകയാണ്. ആ പാപത്തിൻ്റെ ഹീനതയിലായിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം എന്തായിരുന്നു? ലേഖനത്തിലും കുലോസ്യലേഖനത്തിലും നോക്കുമ്പോൾ നമ്മൾ മുമ്പേ അങ്ങനെയുള്ളവരായിരുന്നു എന്ന് ഓർക്കണം എന്ന് പലപ്പോഴും പറയുന്നുണ്ട്. അതിലേക്ക് പോകാൻ വേണ്ടിയല്ല, നമ്മളിപ്പോഴാക്കി വച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിൽ നിന്നുകൊണ്ട് അതിനെ നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അതിലേക്ക് പോകാൻ കഴിയാതെ വണ്ണമുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കവിടെ ഉണ്ടാകാനിടയായിത്തീരും. റോമാലേഖനം 6-ാം അധ്യായത്തിൽ 2-ാം ഭാഗത്തേക്ക് കടന്നു പറയുന്നുണ്ട്, ഇന്ന് ഞാൻ കഴിഞ്ഞ കാലം ജീവിച്ച ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഓർക്കുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോവുകയാണ്. അന്നതും വലിയ മാനമായിരുന്നു. മദ്യപാനമാകട്ടെ, വ്യഭിചാരമാകട്ടെ, വെറിക്കൂത്താകട്ടെ, നമ്മളെന്തോ സാധിച്ചു എന്നുള്ള വലിയൊരു പ്രശംസയിൽ അതിൽ പുകഴ്ന്നു പോകുന്ന അനുഭവം ആന്തരികമായിട്ടുണ്ടായിരുന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധിയുടെ മാർഗത്തിൽ ക്രിസ്തുവിനോടുള്ള ചേർന്ന് നടക്കുമ്പോൾ അതിൻ്റെ ആ ഉന്നത കാര്യങ്ങളിലെ അനുഭവിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ എത്രയോ ഹീനമായിരുന്നു, ലജ്ജ ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ നമ്മളെ അതിൽ നിന്ന് വേർപെടുത്തി നിർത്തുന്ന ഒരു ദൈവജ്ഞാനത്തിൻ്റെയും ദൈവശക്തിയുടെ വ്യാപാരവും ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് സ്വർഗം തരുന്നുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി നമുക്കൊന്നുകൂടെ ചിന്തിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. അതുകൊണ്ട് പൗലോസോട് പറയുന്നുണ്ട്, ഈ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ എന്ത് ചെയ്യുക? പ്രസവേദനപ്പെടുകയാണ്. ഗലാത്യരോട് പറയുക, ക്രിസ്തു യഥാർത്ഥമായി നിങ്ങളൊന്ന് ഉളവാകണം. ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷകനും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കണം. അവനെ വാസ്തവമായി നിങ്ങൾ അറിയണം. ക്രിസ്തുവിൽ നിങ്ങളൊരു ജനനം നിങ്ങൾക്കും ഉണ്ടാകണം. ക്രിസ്തു നിങ്ങളിൽ ഉടലെടുക്കണം. ആര്? നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവായ യേശു ക്രിസ്തു അതേ നിലയിൽ നമ്മളൊന്ന് ഉരുവായെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് ദിനംതോറും ഒന്ന് കടന്നു വന്നെങ്കിൽ മാത്രമേ, അതിൻ്റെ ആ ഓർമ്മയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതവും മുന്നോട്ട് നന്നായി കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്ന്
കൂടെ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 1:18 പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, ശിക്ഷിക്കപ്പെടും നമുക്കോ ദൈവശക്തിയുമാകുന്നു. നശിച്ചു പോകുന്നവർക്ക് ഇത് സ്വീകരിക്കാതെ, കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം വെച്ചിരിക്കുന്ന രക്ഷയെ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞു പോകുന്ന വ്യക്തി ജീവിതങ്ങളുടെ യാത്ര നാശത്തിലേക്കാണ്. അതുകൊണ്ട് ആ നശിച്ചു പോകുന്ന സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രൂശിന്റെ വചനം ഭോഷത്വമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, യവനർക്ക് ഭോഷത്വമാണ്, മറ്റ് ജാതികൾക്ക് അത് ഭോഷത്വമാണ്, യഹൂദന്മാർക്ക് ഇടർച്ചയാണ്. ഇത് രണ്ടും ഒരുപോലെ പോകുന്ന അവരുടെ ആത്മീയ ഭാവിയെ ഒരേ ഗണത്തിൽ എണ്ണാൻ കഴിയുന്ന ഒരു അനുഭവമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ രക്ഷിക്കപ്പെടാൻ നമുക്കോ, കാരണം ദൈവം മനുഷ്യന് വച്ചിരിക്കുന്ന രക്ഷയുടെ മാർഗം അത് ജ്ഞാനത്തിൻ്റെ മാർഗമാണ്. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ. അപ്പം കർത്താവാണല്ലോ നമുക്ക് ജ്ഞാനം പകർന്നു തരുന്നത്. കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനവും എല്ലാം ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ എത്ര വിദ്യാഹീനനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും അവരൊരു ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരികയാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ആ ദിവ്യജ്ഞാനത്തിൻ്റെ വെളിപ്പെടലുകളാണ്. അതിലൂടെ കടന്നു വരുമ്പോൾ അവൻ്റെ സ്വാഭാവിക ജീവിതം തന്നെ മാറുകയാണ്. ക്രിസ്തുവിനോടുള്ള ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി മുന്നോട്ട് പോവുകയാണ്. അവൻ ദൈവിക ജ്ഞാനമുള്ളവനായി മാറുകയാണ്. ഒരു ശ്രേഷ്ഠ ജാതിയായി അവൻ മാറുകയാണ്, ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് തന്നെയാണ്. നമ്മൾ ഇസ്രായേൽ പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. അവർ ദീർഘവർഷങ്ങൾ, 430 വർഷങ്ങൾ നമ്മൾ എഴുതപ്പെടുന്നുണ്ട്, 400 വർഷങ്ങളധികം അവർ മിസ്രയീമിൽ അടിമത്തത്തിൽ കഴിയുകയായിരുന്നു. വളരെ ഭാരമുള്ളവരായി, നിന്ദിക്കപ്പെട്ടവരായി, ഭാവിയെക്കുറിച്ച് ഒരു നഷ്ടബോധമുള്ളവരായി, വ്യക്തിത്വം പോലും നശിച്ച് അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ അവിടുന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി ഗിൽഗാലിലൊക്കെ വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുക, ഗിൽഗാലിനെ സംബന്ധിച്ച് എഴുതി വച്ചിരിക്കുകയാണ്, അവരുടെ നിന്ന നീക്കിക്കളഞ്ഞ സ്ഥലം. ഹല്ലേലൂയ. ആ ഒരു ചിന്തയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് അതുപോലെ നൂറ്റാണ്ടുകളായി, തലമുറയായി നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകളായി അടിമകളായി കിടന്ന വ്യക്തിജീവിതങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ആയുസിൻ്റെ ആ കാലഘട്ടങ്ങൾ, രക്ഷിക്കപ്പെടുന്ന മുമ്പുള്ള കാലഘട്ടങ്ങൾ പാപത്തിൻ്റെ സ്വഭാവത്തിന് വിധേയപ്പെട്ട് ദൈവത്തെ അറിയാതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൂടുതൽ ത്വരയുള്ളവരായി ജീവിച്ച കാലഘട്ടങ്ങൾ ഓർക്കുമ്പോൾ അത് പാപത്തിൽ ജീവിച്ച അവസ്ഥകളാണ്. ആ പാപത്തിന് മോചനം ലഭിച്ചത് കാൽവരി ക്രൂശിലാണ്. 2, അത് നിമിത്തമുള്ള നിന്ന നമുക്കറിയുന്ന ചില പാപസ്വഭാവങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നിന്ദ്യമായ, ദുഷിക്കപ്പെടുന്ന അനുഭവങ്ങളിലാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പിന്നാലെ ഒരു തലമുറ പോലും അവരെക്കുറിച്ച് ലജ്ജിക്കുന്ന അനുഭവം നമുക്ക് ഇന്ന് ധാരാളമായി കേൾക്കാനായിട്ട് കഴിയും. ഇതേപോലുള്ള നിന്നയ്ക്ക് പാത്രമാകേണ്ടിയിരുന്ന നമ്മളെ ക്രിസ്തു മുഖാന്തരമാണ്, ഈ കാൽവരി ക്രൂശിലെ തൻ്റെ യാഗത്താലാണ്, അതൊരു വിശ്വാസം മുഖാന്തരം ക്രിസ്തുവേശുവിലേക്ക് കടന്നു വരാൻ ഇടയായത് മുഖാന്തരം അതിന് നിന്ന നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയ ആളുകളാണ് നാം എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ആ കാൽവരി എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ, നമ്മുടെ നിന്ന നീക്കിക്കളഞ്ഞ സ്ഥലമാണ്. യശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ അടിക്കപ്പെട്ടതും ഒക്കെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആയിരുന്നു, നമ്മൾ നിമിത്തമായിരുന്നു, അത് നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് 53-ാം അധ്യായത്തിൽ പറയുന്നത്. ഓർക്കുക. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ആധാരമായി വരുന്ന നമുക്ക് വേണ്ടിയുള്ള ജീവാർപ്പണത്തിലാണ്. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ദൈവഹിതപ്രകാരം ജീവിച്ച് മനുഷ്യ സമൂഹം മുഴുവൻ ദൈവത്തിൽ നകന്ന് ജീവിക്കുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തിനായി മാത്രം സമർപ്പിക്കപ്പെട്ട മനുഷ്യനായി മുന്നോട്ട് കടന്നു വന്ന ക്രിസ്തു ദൈവത്തിന് പ്രസാദമുള്ളവനായി മാറി. അവൻ്റെ യാഗം സ്വീകാര്യമുള്ളതായി മാറി. ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിങ്കിലേക്കുള്ള വഴി തുറക്കുവാനിടയായി തീർന്നു.
ക്രൂശിതനായ ക്രിസ്തുവിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവിലേക്കുള്ള വഴി നമുക്ക് വേണ്ടി തുറന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിലൂടെ സംഭവിച്ച കാൽവരിയുടെ അനുഭവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എഫെസ്യർ 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളൊക്കെ ഒരു ചിന്തയുണ്ട്. അതായത് യഹൂദനും ജാതികളും തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളാണ്. വളരെ ഭിന്നതയിലുള്ള, ഒരിക്കലും യഹൂദന്മാരെ മറ്റുള്ളവരെ അംഗീകരിക്കത്തില്ല. ജാതി വ്യത്യാസം തന്നെ പറയാം, സമൂഹ വ്യത്യാസം എന്ന് പറയാം. അങ്ങനെ ആയിരുന്ന, ഭിന്നിച്ചു നിൽക്കുന്ന അവസ്ഥയിലുള്ള ആ സമൂഹത്തെ ക്രിസ്തുവിനോട് ഒന്നിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞത് കാൽവറിയിലാണ്. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എഫെസ്യർ 2:14 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം വന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി തീർത്തു. അപ്പൊ നോക്കുക, ലോകത്തിൽ ദൈവിക ദൃഷ്ടിയിൽ 3 കൂട്ടരേ ഉള്ളൂ. 1 യഹൂദൻ, 2 ജാതികൾ, 3 ദൈവജനം. അതായത് യഹൂദനിൽ നിന്നും യമനിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന വിളിക്കപ്പെട്ടവരുടെ സമൂഹമാണ് ദൈവസഭ. അവിടെ പ്രകാരമുള്ള യഹൂദനും ജാതിനും തമ്മിലുള്ള വ്യത്യാസം ഇതിനകത്തില്ല. ജാതി വ്യത്യാസങ്ങൾക്കോ വർണ്ണ വ്യത്യാസങ്ങൾക്കോ മറ്റ് സാമ്പത്തികമായ ഇങ്ങനെ കാര്യങ്ങളൊന്നും ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവിക വീക്ഷണം അതാണ്. ഇന്ന് നമ്മുടെ സഭകളൊക്കെ അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, നേതൃത്വങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ വളരെ സഭ എത്ര ശക്തമായി വളരുമായിരുന്നു, അല്ലേ? സഭകൾ എത്ര ശക്തമായി വളരുമായിരുന്നു. അപ്പോൾ ക്രൂശിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അനുഭവത്തിൽ ഉള്ള ജീവിതം നമ്മൾ വരുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായതിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇത് സംഭവിച്ചത് എവിടെയാണ്? ക്രൂശിലാണ്. യഹൂദനും ക്രൂശിലേക്ക് വരണം, ജാതികളും ക്രൂശിലേക്ക് വരണം. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തത് എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അനുതാപം ഉണ്ടാകുന്നത്, സമർപ്പണമുണ്ടാകുന്നത്, നമ്മുടെ വൈരുദ്ധ്യങ്ങൾ മാറിപ്പോകുന്നത്, ശത്രുതകൾ മാറിപ്പോകുന്നത്, വിരോധങ്ങൾ മാറിപ്പോകുന്നത്, വ്യത്യാസങ്ങൾ മാറിപ്പോകുന്നത്. ക്രിസ്തുവിൽ ഒന്ന് ആയിത്തീരുന്ന അനുഭവം അവിടെ വരികയാണ്. ഇപ്രകാരമുള്ളൊരു വലിയ മാറ്റം ക്രൂശിതനായ ക്രിസ്തുവിൽ നമ്മൾ കാണുകയാണ്. യേശു ക്രിസ്തു നമ്മൾ കാണുകയാണ്. ഒരു പുതിയ സമൂഹം, ഒരു പുതിയ ജനം ഉത്ഭവിക്കുകയാണ്. ജാതി വ്യത്യാസങ്ങളുള്ള, വർണ്ണവ്യത്യാസങ്ങളുള്ള, ഭിന്നതകളുള്ള ഒരു സമൂഹത്തിലാണ് നിന്നാണ് ഈ വിളിച്ചു വേർതിരിക്കൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചുറ്റുപാടുകൾ ഇതെല്ലാം നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ വീണ്ടും അതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നമ്മുടെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. ക്രൂശിലൂടെ, ആ യാഗത്തിലൂടെ കടത്തിവിട്ട് ദൈവത്തിങ്കിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യെശയ്യാപ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിഞ്ചുമപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. അത് വാസ്തവത്തിൽ സംഭവിക്കുന്ന എവിടെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ്. അതുകൊണ്ട് യോഹന്നാനെ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയല്ലേ, നിങ്ങൾ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങൾ നീതിയിരിക്കുവാൻ ശുദ്ധീകരിപ്പാനും വിശ്വസ്തനായവൻ തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സകല പാപക്കറകളെയും, സകല ജീവിതത്തിന് നിന്ദിക്കപ്പെടുന്ന അനുഭവത്തെ എല്ലാം മാറ്റുവാനായിട്ട് കഴിയുന്നത് ക്രൂശിലൂടെ കടന്നുപോയ, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ വിശ്വാസ നിമിത്തമാണ്. ഇത് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കർത്തൃമേശ എടുക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, വരുവോളം നമ്മൾ ആചരിക്കാൻ പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ആദിമസഭ ദിവസം തോറും കൂടുമ്പോഴും ഈ കർത്തൃമേശ എടുക്കുമായിരുന്നു. അവർ ദിവസം തോറും തങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിനെ ഓർക്കുകയാണ്. എന്തിനാ? തങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ പുതുക്കുവാൻ, ജീവിതത്തെ ഒന്നുകൂടെ ശുദ്ധീകരണത്തിന് കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ദൈവഹിതത്തിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ അവർ വലിയൊരു ഉരകല്ലും ഒരു മാറ്റുമായി മാറുകയാണ്.
ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദിനംതോറും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. അതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്, നമ്മളെ മാറ്റിമറിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ നാം എങ്ങനെ സേവിക്കാനായിട്ട് കഴിയും, ദൈവത്തിങ്കിലേക്ക് എങ്ങനെ മടങ്ങി വരാനായിട്ട് കഴിയും, ഒരു ദൈവവേദനായി എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും എന്നൊക്കെയുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സകലവിധമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും പൂർണ്ണമായി തന്നെ ദൈവത്തിനായി യാഗമായി സമർപ്പിച്ചതുകൊണ്ട് ഇബ്രായ ലേഖനത്തിൽ ഇങ്ങനെ എഴുതുന്നു, ഏകയാഗത്താൽ നമുക്കൊരു സൽഗുണപൂർത്തി വരുത്തിയവൻ. സകല വിഫലമാകുന്ന ഭൗമിക യാഗങ്ങളും പരാജയപ്പെടുമ്പോൾ, വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടും മനുഷ്യനെ ശുദ്ധീകരിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ നാം ശുദ്ധീകരണമുള്ളവനായി തീരുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും ആശ്വാസദായകമായ ഒന്നാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ സംബന്ധിച്ച് ഓർത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മളെ അതിൽ നിന്ന് കർത്താവ് വിടുവിച്ചു, ഒരു ശുദ്ധീകരണം തന്നു. അതിൽ നമ്മൾ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇന്നുള്ള വലിയ ഉത്തരവാദിത്വം. സ്തോത്രം. അതുകൊണ്ട് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. നമ്മുടെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയ സ്ഥാനം, നമ്മളെ രക്ഷിക്കുവാൻ ആരുമില്ലായിരുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മളുള്ള സ്നേഹത്തിൻ്റെ ആഴത്തെ വെളിപ്പെടുത്തിയത് കാൽവരി ക്രൂശിലാണ്. പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, അതിൻ്റെ ആഴം, നീളം, വീതി, ഉയരമെല്ലാം നമുക്ക് വെളിപ്പെടുന്നത് ക്രൂശിലാണ്, ക്രിസ്തുവിലൂടെയാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും എല്ലാം നമ്മളിലൂടെ പരസ്പരമുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും കൂട്ടായ്മയിലൂടെയൊക്കെ അത് നമ്മളിലൂടെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്, ആ ജ്ഞാനം ദൈവജ്ഞാനം നമുക്കുണ്ടാകുന്നത്. അതിനായി നമ്മളെ യോഗ്യതയുള്ളവരാക്കുന്നത് ക്രൂശിതനായ ക്രിസ്തുവിലൂടെയുള്ള പ്രവേശന മുഖാന്തരമാണ്. അവൻ നമ്മൾ വസിക്കുമ്പോഴാണ്. ഓരോ ദിനവും നമ്മൾ ഈ ക്രൂശിനെ ധ്യാനിപ്പാനായിട്ട് നമുക്കിടയായി തീരണം. ഇബ്രായലേഖനം 12-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ക്ഷീണിക്കുന്ന അവസരങ്ങൾ നമുക്കുണ്ടാകാം. പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുമ്പോൾ, പ്രതികൂലങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ, സകലവും പ്രതികൂലമായിരിക്കുമ്പോൾ നാം ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകളുണ്ടാകാം. വേണ്ടവണ്ണം മുന്നേറാൻ കഴിയാതെ ആത്മീയജീവിതത്തിലും പ്രവർത്തന മണ്ഡലങ്ങളിലുമൊക്കെ ഞാൻ പരാജയപ്പെട്ടുവോ എന്ന് ചിന്തിച്ചു പോകുന്ന ചില നിമിഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാം. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ക്ഷീണിപ്പാൻ ഇടയുണ്ട്. അവിടെ 12:3 ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ക്ഷീണിച്ച് മടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ വിധം കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുവാൻ, അവൻ്റെ കഷ്ട അനുഭവങ്ങളെ ഓർക്കുവാൻ, അവൻ്റെ ഉയർപ്പിനെ ഓർക്കുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമുക്ക് ധൈര്യം പ്രാപിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നാളുകൾ ഞാനിങ്ങനെ ജോർജ് വെർവർ എന്ന് പറഞ്ഞ ആ ദിവദാസൻ്റെ ഒരു ബുക്ക് വായിക്കാനിടയായി. അതിൽ അദ്ദേഹം ഇങ്ങനൊരു കാര്യം എഴുതിയിരിക്കുന്നു. താൻ വളരെ ട്രാക്റ്റുകളൊക്കെ കൊടുത്ത് സുവിശേഷമൊക്കെ പറഞ്ഞ് പട്ടണങ്ങളെ ഇങ്ങനെ സുവിശേഷിച്ചിരിക്കുന്ന വളരെ ജാഗ്രതയുള്ളവനായിട്ട് തൻ്റെ ടീമിനോടുകൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നുപോയപ്പോൾ വളരെ ക്ഷീണിതനായി, ശരീരത്തിൽ ബലമില്ലാത്ത ഒക്കെ വീണ്ടും തുടർന്ന് വർക്ക് ചെയ്യുവാനായിട്ട് കഴിയാത്ത നിലയിലുണ്ട്. വീണ്ടും അവർ 5 ലക്ഷം പേർക്ക് കൂടെ ട്രാക്ട് കൊടുക്കണം, നാരാസിൽ കൊടുക്കണം എന്നുള്ള ചിന്ത തനിക്ക് ഉണ്ടാകുകയാണ്. അപ്പോൾ വളരെ ക്ഷീണിച്ചു, പോയി വിശ്രമിക്കാം എന്ന് ചിന്തിച്ചപ്പോൾ അതിനോട് എഴുതിയിരിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ഞാൻ ഓർത്തു. കാരണം കർത്താവ് അവിടെ അതേറ്റെടുക്കുവാൻ മാറ്റിവെച്ചെങ്കിൽ, സമയമൊന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ, തൻ്റെ ആ കാര്യാദികൾക്ക് ഒരു വിശ്രമം എടുത്തിരുന്നെങ്കിൽ
നാം അന്ന് എവിടെയായിരുന്നേനെ? ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് തൻ്റെ ചുവടുകൾക്ക് ഒരു കുതിപ്പ് ഉണ്ടാകുവാനിടയായി. അന്ന് രാത്രി ആ ഒരു ആവേശത്താൽ ആ പട്ടണം മുഴുവൻ വീണ്ടും സുവിശേഷീകരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. തൻ്റെ ഒരു അനുഭവത്തിൽ വായ്പാനായിട്ട് എന്നെ ചലിപ്പിച്ചു. പക്ഷെ നമ്മളൊക്കെ ആ ഒരു നിലയിലുള്ള ആ കാര്യത്തിൽ പരാജിതരാണ്. അനേകർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെയൊക്കെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ക്ഷീണങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ സഹായിപ്പാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. അവൻ്റെ ഈ കഷ്ട അനുഭവങ്ങളെ, ക്രൂശിനെ ദിവസവും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ക്ഷീണങ്ങൾ മാറുവാനിടയാവും, നമ്മുടെ മടികൾ മാറുവാനിടയാവും, അലസത മാറുവാനിടയാവും, ഉന്മേഷമുള്ളവരായി തീരുവാനായിട്ട് ഇടയായി തീരും. ഈ ക്രിസ്തുവിനോട് ചേരുമ്പോഴാണ്, അവൻ്റെ മരണപുനരുത്ഥാനങ്ങളോട് അനുഭവപ്പെടുമ്പോഴാണ് പുതുശക്തി, പുതുജീവൻ നമ്മൾ വ്യാപരിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നത്. അവിടെയാണ് റോമലേഖനം 6-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, ആ പുതുജീവൻ, ഒരു പുതിയ മനുഷ്യനായി നമ്മൾ മാറുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയും, ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വീണ്ടും പറയും. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ ലോകത്തിനും ലോകമെനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം ലോകത്തിൻ്റെ സ്വാധീന മണ്ഡലങ്ങളുടെ സ്വാധീനതകളെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് അതിൻ്റെ മോഹങ്ങളിലേക്കാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു മോളനോട് ഇങ്ങനെ ചോദിച്ചു, ഈ ലോകത്തിലുള്ള എത്രയോ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് കാണേണ്ടതല്ലേ, നമ്മൾ അനുഭവിക്കേണ്ടതുള്ളതല്ലേ എന്ന് ചോദിക്കാനിടയായി. പറഞ്ഞൊരു വാക്കത്ര ഞാൻ പറഞ്ഞു, നമുക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, ആത്മീയമായും പ്രയോജനപ്പെടണം. ഇല്ലാത്തതാണെങ്കിൽ എല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ലോകത്തിലെല്ലാം ഉണ്ടാവും, മനുഷ്യന് അതൊക്കെ അനുഭവിക്കാനായിട്ട് കഴിയും. പക്ഷേ എല്ലാം നമുക്ക് പ്രയോജനമുള്ളതാകണമെന്നില്ല. ദോഷത്തിലേക്ക് നയിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്, അവയെ നമ്മൾ തിരിച്ചറിയണം. ആ നിലയിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ ആ ഭക്തനായ മനുഷ്യൻ പറയുന്നു, ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് താനോട് പറയാനിടയായി. ആ വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനായിട്ട് ഇടവരരുത്. കർത്താവ് നമുക്കൊരു പ്രശംസയുണ്ടെങ്കിൽ അത് നമ്മളിലല്ല ആയിരിക്കേണ്ടത്. ദൈവം അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഇവിടെ പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനായിട്ട് ഇടവരരുത്. എന്നെ ഒരു നല്ല മനുഷ്യനാക്കിയ, എന്നെ ഒരു മനുഷ്യൻ തന്നെ ആക്കിയ, ഒരു ഭക്തനാക്കിയ, ദൈവത്തിൻ്റെ അനുഗാമിയാക്കി തീർത്ത, ഒരു ക്രിസ്ത്യാനിയാക്കി തീർത്ത ക്രിസ്തുവിലാണ് എനിക്ക് പ്രശംസിപ്പാനായിട്ട് പുകഴുവാനായിട്ടുള്ളത്. എന്നിട്ട് താൻ പറയുക, അവനാൽ, ആ ക്രിസ്തുവിനാൽ ലോകമെനിക്കും ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ലോകം നമുക്ക് ആ നിലയിലുള്ള അവസ്ഥയിൽ നഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്കൊരു നഷ്ടമല്ല. മറിച്ച് ഈ ലോകം മുഴുവൻ നേടുന്നതിനേക്കാൾ നമ്മുടെ ആത്മാവ് ദൈവരാജ്യത്തിലെത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമാക്കുകയിൽ നിനക്ക് എന്ത് പ്രയോജനം? നമ്മളെ സ്വർഗത്തിന് പ്രയോജനമുള്ളവരാക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ കൂടെ നമുക്ക് തന്നെ പ്രയോജനം വരുത്തുവാൻ ദൈവം വച്ചിരിക്കുന്ന മാർഗമാണ് ക്രിസ്തുവിൻ്റെ മാർഗം. ആ മാർഗത്തിലേക്ക് നമുക്കൊന്നുകൂടെ ശക്തിയോടെ മടങ്ങി വരാം. ആ കർത്താവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ കർത്താവിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ ഈ 1:30 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ നമുക്ക് ദൈവത്തിൽ കിടന്ന ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. നോക്കണം, അവൻ നമുക്ക് ജ്ഞാനമായി തീർന്നു. ദൈവത്തിങ്കിലേക്കുള്ള മാർഗം നമുക്ക് കാണിച്ചു തരുന്ന, ദൈവിക ജീവിതത്തെ, ഒരു പുതുമനുഷ്യൻ്റെ ജീവിതത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന, ലോകത്തിന് വെളിച്ചത്തെ കൊടുക്കുന്ന, ലോകത്തിന് നന്മയെ കാണിച്ചു കൊടുക്കുന്ന, ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു വലിയ ജ്ഞാനം നമ്മളിൽ പകരുവാനായിട്ട് ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന് കഴിയും. നമ്മുടെ നീതി ക്രിസ്തുവാണ്. നമ്മുടെ സ്വയനീതി അല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന ദൈവനീതി ക്രിസ്തുവിലൂടെ പ്രാപിക്കാനായിട്ട് ദൈവം നമുക്ക് ക്രിസ്തുവിനെയാണ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ശുദ്ധീകരണം ക്രിസ്തുവിലൂടെയാണ്. അവൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, അവൻ്റെ ആത്മാവിനാലുള്ള ശുദ്ധീകരണം.
നമുക്ക് സ്വർഗം തരികയാണ്. മാത്രമല്ല, ക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പ് വില. നഷ്ടപ്പെട്ടു പോയ നമ്മെ പാപത്തിന് അധീനരായി പൈശാചിക അടിമയായി തീർന്നുകൊണ്ട് അവനോടുകൂടെ നരകത്തിൽ നശിക്കേണ്ടവരായ നമ്മെ വില കൊടുത്തു വാങ്ങിയ, അതാണ് വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത്, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ആ വീണ്ടെടുപ്പ് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് സാധ്യമായി തീർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ഉള്ള ക്രിസ്തുവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രശംസിക്കേണ്ടത്. ഹാലയിൽ നമ്മളിൽ തന്നെ പ്രശംസിപ്പാനായിട്ട് ഒന്നുമില്ല. നമുക്ക് നമ്മെ തന്നെ നേടുവാനായിട്ട് കഴിയുകയില്ല. പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മളെ നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നാം ഈ നാളുകളിൽ പ്രസംഗിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ്. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. കാരണം അവൻ നമുക്ക് ദൈവജ്ഞാനമാണ്, ദൈവശക്തിയാണ്. ഈ ലോകത്തെ ജയിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, തിന്മയെ ജയിക്കുവാൻ, ലോകപ്രകാരമുള്ള സ്വാധീനതകളെ ജയിക്കുവാൻ ഉള്ള ദൈവശക്തി ക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഈ ക്രൂശിൻ്റെ വചനം നമുക്ക് ദൈവശക്തിയുടെ വചനമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ സകല ആവശ്യങ്ങളിലും നമുക്ക് മതിയായതാകിയാൽ ആ കർത്താവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. തുടർന്ന് പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പശ്ചിമ ബംഗാളിലുള്ള ശ്യാംനഗർ ഫീൽഡിലെ പാസ്റ്റർ തപ്പൻ ബൗരി പൂഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ സഭയിലെ 4 വിശ്വാസികളും ജയിലിലാക്കപ്പെട്ടിട്ടുണ്ട്. ഈ നാളുകളിൽ ക്രിസ്തീയ സമൂഹങ്ങളെ വേട്ടയാടുന്ന ഒരു അനുഭവം ഭാരതത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാധനയുടെ മധ്യാലും കൊലപ്പെടുത്തുന്ന, പാസ്റ്റർമാരെ ഉപദ്രവിക്കുന്ന, വിശ്വാസികളെ ഉപദ്രവിക്കുന്ന, ആലയങ്ങളെ നശിപ്പിച്ച് കളയുന്ന, ക്രിസ്തീയ ഭവനങ്ങളെ നശിപ്പിച്ച് കളയുന്ന അനുഭവങ്ങൾ വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മളിന്ന് കേട്ടതുപോലെ മനുഷ്യനാക്കി തീർക്കുന്ന, ദൈവിക ജ്ഞാനത്തിലേക്കും ദൈവശക്തിയിലേക്കും കൊണ്ടുവരുന്ന, ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന സമൂഹത്തിന് നടുവിൽ അവരെ വെളിച്ചമുള്ളവരാക്കി തീർക്കുന്ന പദ്ധതിയാണ് ക്രിസ്തുവിൻ്റെ മാർഗം, ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹം അവർ തിരിച്ചറിയുക. ദൈവസഭകൾ ആവശ്യമാണ്, ദൈവദാസന്മാരാവശ്യമാണ്, ദൈവമക്കളുടെ ദേശത്ത് ആവശ്യമാണ്. നമുക്ക് ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ഓരോ കഷ്ടാനുഭവങ്ങളും നമ്മുടെ രോഗങ്ങൾക്കുള്ള, നമ്മുടെ അതിവേദനകൾക്കുള്ള മരുന്നായി മാറുകയാണ്. അവൻ്റെ അടിപ്പടരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ക്രിസ്തുവിൻ്റെ മാർഗം, ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അനുഭവം നമ്മെ സൗഖ്യമാക്കുന്ന, ആത്മീയമായി സൗഖ്യമാക്കും, ശാരീരികമായി സൗഖ്യമാക്കും. നമ്മുടെ കർത്താവിലേക്ക് പുതിയ ജീവിതം നയിക്കുവാൻ, പുതിയ അനുഭവം മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പശ്ചിമ ബംഗാളിൽ കർത്താവേ ശ്യാംനഗർ ഫീൽഡിലുള്ള പാസ്റ്റർ തപ്പൻ ബൗരിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജയിലിലായിരിക്കുന്ന സഹോദരന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവിടുത്തെ നാമനിമിത്തം ദൈവത്തിന് സ്തോത്രം. ആദേശത്ത് ഉയർത്തുക നിമിത്തം കർത്താവ് ഉപദ്രവിക്കപ്പെടുന്ന തന്റെ ദൈവത്തിന്റെ ദാസനെയും കർത്താവ് വിശ്വാസികളുടെയും കർത്താവ് നിരാത്രി അവിടുത്തെ ആത്മാവിനാൽ ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അവർ അനുഭവിപ്പാനിടയാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. 4 നൂറ്റാണ്ടിൽ കർത്താവെ ദൈവഭക്തന്മാർ അനുഭവിച്ചതുപോലെ ആ തടവറകളിൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ചെയ്യണമേ. കർത്താവ് അവരുടെ അദൈവിക സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കർത്താവ് അവരെ ഉപദ്രവിച്ചവർ മാനസാന്തരപ്പെടുവാനുള്ള വഴികളെ തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കർത്താവ് ക്രിസ്തീയ ആരാധനയ്ക്ക് കർത്താവ് സൗകര്യമില്ലാതെ ഭാരപ്പെടുന്ന അനുഭവമുണ്ട്. കർത്താവ് ദൈവദശയുടെ പല ഭാഗങ്ങളും അത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ് അങ്ങേ സേവിപ്പാൻ, ആ ദൈവസ്നേഹത്തെ അറിയുവാൻ, ഈ ദൈവരക്ഷ അറിയുവാൻ, വീണ്ടെടുപ്പ് പ്രാപിപ്പാനായിട്ട് സകല ഹൃദയങ്ങളെയും കർത്താവ് ദൂരക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശത്രുതയെ മാറ്റുന്ന, ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന ആ സ്വർഗീയ പദ്ധതിക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഇന്ന് രാത്രി വിവിധ ഇടങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിഷയത്തിൽ ഇടപെടുന്നതോർത്ത് എന്നെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളങ്ങെ വാഴ്ത്തുകയാണ്, മഹത്വപ്പെടുന്ന കർത്താവേ. ദൈവമേ, രോഗികളായിട്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ
കർത്താവെ വേദനയിലായിരിക്കുന്നവരുണ്ടെങ്കിൽ സ്വർഗ്ഗം വരെ ആശ്വസിപ്പിക്കണമേ, സൗഖ്യമാക്കണമേ. കർത്താവിൻ്റെ കാര്യങ്ങൾ വഹിക്കുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനാധ്വനിക്ക് കർത്താവ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബെൻസൺ പാസ്റ്ററിനെയും കുടുംബത്തെയാണ് അനുഗ്രഹിക്കണമെന്ന് ദാസിക്ക് കൊടുത്ത വിടുതലായി സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി ദൈവകൃപയിൽ നിന്റെ മക്കളെ അവിടുന്ന് കാക്കുമാറാകണമേ. സഹകരിക്കുന്ന എല്ലാ കൗൺസിൽ മെമ്പേഴ്സിനെയും എല്ലാ കർത്താവ് നേതൃത്വങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. കൃപയിൽ സൂക്ഷിക്കണം. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് അടിവൻ താഴ്മയിൽ അപേക്ഷിക്കുന്നു. ദൈവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എനിക്ക് പ്രകാരം അവസരം തന്ന ദൈവദാസനും കുടുംബത്തിനും ഈ കൂട്ടായ്മയുടെ എല്ലാ അധികാരികൾക്കും സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ നിന്ന് ഞാനിരിക്കുന്ന ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.